ശ്രീ വിജി തമ്പി, ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. വിശ്വാസികളെ എതിരാക്കുന്ന നിലപാട് വേണ്ടെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിരിക്കുന്നത്. എങ്ങനെയാണ് VHP ഈ തീരുമാനത്തെ കാണുന്നത്? സ്വാമി ശരണം. ഇത് ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ഒരു അവിശ്വാസ സംഗമം നടത്തിയല്ലോ. അപ്പൊ തൊട്ട് എങ്ങനെയൊക്കെ ശബരിമല വിശ്വാസികളെയും അയ്യപ്പ ഭക്തരെയും പോക്കറ്റിലാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് ഭഗവാൻ തന്നെ ഇടപെട്ട് കൊടുത്ത അടുത്തൊരടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് സർക്കാരിന്റെ തീരുമാനം അറിയിക്കുക എന്നുള്ളത്. ഇപ്പോൾ സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെട്ടിലായ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പോ സർക്കാർ ഈ യുവതീ പ്രവേശനത്തിന് പ്രതികൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പം മുന്നിൽ കൊടുത്തിരുന്നത് എന്തായിരുന്നു? അന്ന് അനുകൂലിച്ചുകൊണ്ടിരുന്ന കൊടുത്ത ഒരു അഫിഡവിറ്റ് ആയിരുന്നു. അതിനെതിരായിട്ട് ഇപ്പോൾ കൊടുക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ആ നയം തിരുത്തി പുതിയ നയം സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ നയം സ്വീകരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ്? ഇത് ഭക്തർക്ക് വേണ്ടിയാണോ? അല്ലെ ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ? അല്ലല്ലോ. 10 വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഇങ്ങനൊരു കളി കളിക്കുന്നത്. പക്ഷെ അത് കൃത്യമായ സമയത്ത് തന്നെ ഭഗവാൻ അതിന് കൊണ്ടൊരു ആപ്പ് വെച്ചു കൊടുത്തതാണ്. കാരണം ഇല്ലെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല സംഭവിക്കുക. പിന്നെ തോന്നിയവാസവും അടുത്ത 5 വർഷം ഇപ്പം UDF ആയാലും LDF ആയാലും ആര് ഭരിച്ചാലും അവരുടെ തോന്നിയവാസമായിരിക്കും അടുത്ത 5 വർഷം. പിന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോഴേ ഇതിനെപ്പറ്റി ആലോചിക്കുള്ളൂ. പക്ഷെ ഇത് കൃത്യമായ സമയത്തിന് ഒരു ആപ്പ് കിട്ടി. മാത്രമല്ല ഇപ്പൊ തന്നെ ഈ പറഞ്ഞ സ്വർണ്ണ മോഷണ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും അയ്യപ്പസ്വാമി മുന്നിട്ടിറങ്ങിയതിന്റെ ഒരു അനുഭവമാണിത്. ഇപ്പൊ ഇത് നോക്കിക്കോളൂ. ഇതിനെതിരെ ഇപ്പൊ വരാൻ പോകുന്നത് എന്താ? ഇവർ മനസ്സിൽ കാണുന്ന ചില വോട്ടുകളുണ്ടല്ലോ, ചില ന്യൂനപക്ഷ വോട്ടുകൾ, അവരിപ്പോ തിരിയും, അവരുടെ അഭിപ്രായം വരും. അപ്പൊ ഇത് എന്നാണ് സുപ്രീം കോടതിയിൽ ഇവർ ഇത് ഹാജരാക്കുന്നത്? അതുവരെ ഏത് നിമിഷവും ഇവരുടെ മനം മാറാം. പണ്ട് നമുക്ക് ഓർമ്മയില്ലേ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വലിയൊരു വാചകം അടിച്ചല്ലോ, സ്കൂൾ സമയമൊന്നും മാറ്റില്ല, എന്നിട്ട് മാപ്പ് പറഞ്ഞ് മാറ്റേണ്ടി വന്നില്ലേ? അതുപോലെ ഇതും തിരുത്തപ്പെടാം. സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന നിമിഷം വരെ ഏത് നിമിഷവും ഇത് തിരുത്തപ്പെടാം. കാര്യം ഇവരെ സംബന്ധിച്ചോളം വാക്കിന് വിലയില്ലാത്തവരാണ് CPM എന്ന് പറയുന്നത്. കക്കാൻ പിറന്ന മക്കളാണ് CPM. CPM-ന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കക്കാൻ പിറന്ന മക്കൾ. അതിനുവേണ്ടി CPM എന്ന് പറഞ്ഞാൽ മോഷണത്തിന്റെ പാർട്ടിയാണ്. ഇപ്പൊ തന്നെ പല ആൾക്കാരും CPM വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇവർ സുപ്രീം കോടതിയിൽ കൊടുക്കുന്നത് വരെ, ഇത് അവിടെ സബ്മിറ്റ് ചെയ്യുന്നവരെ നമുക്ക് അവരെ വിശ്വസിക്കേണ്ട. ഏത് നിമിഷവും ഇവർ വീണ്ടും പ്ലേറ്റ് മാറ്റാം. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയാണ് ഇവർ ഇതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യുവതീ പ്രവേശനത്തിന് എതിർത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് അവർ സുപ്രീം കോടതിയിൽ രേഖപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഹിന്ദുക്കളെ പറ്റിക്കാനാണ്, ഹിന്ദുക്കളുടെ വോട്ടടിച്ചു മാറ്റാനാണ്, അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ് എന്ന് മാത്രം കരുതുക. അത് മാത്രമേ ഇവരെ പറ്റി പറയാനുള്ളൂ. അല്ലാതെ യാതൊരുവിധ ആത്മാർത്ഥതയും ഈ വിഷയത്തിൽ ഇവർക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. സ്വാമി ശരണം. വളരെയധികം നന്ദി.